ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഓ ഗോഡ്, ഞാനെവിടെയല്ലേ അറിയോ? ഞാനിപ്പോൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലല്ല, സോറി, സൈബർ പാർക്കിലാണ്. സൈബർ പാർക്കിൽ ഫാൻഡക്കോഡ് എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ ഓഫീസിലാണ്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എടുക്കുന്നത് ഓസ്മോലാണ്. ഇതിനെങ്ങനെ നടന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ വരും. എനിക്കൊരു ആരുടെയും സഹായം വേണ്ട വ്ളോഗ് എടുക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. കട്ട് ചെയ്യണ്ടല്ലേ? അതായത് ഞാനിപ്പോൾ ഉള്ളത് ഫാൻഡക്കോഡ് എന്ന് പറഞ്ഞൊരു IT കമ്പനി ഉണ്ട്, അവരുടെ ഓഫീസിലാണ്. നിങ്ങൾ ലേണത്തോണം ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഇപ്പോഴാണ് നല്ല മുഖപരിചയവും. എനിക്ക് മനസ്സിലായി, എനിക്ക് നല്ല മുഖപരിചയം മനസ്സിലാവണല്ലോ. ആരപ്പ ഇത്? ഇതിന്റെ വ്ളോഗിൽ വരും കേട്ടോ. ഹായ് പറയും. ഹായ്, നിങ്ങളെ പേര് പറയും. അനസ്. എൻ്റെ പേര് അനസ്. ഞാൻ ഇപ്പോൾ പിന്നെ ഫോക്കസ് ആണ്. എൻ്റെ ഞാൻ ഗിംബല് ഇത് പഠിക്കണുള്ളൂ കേട്ടോ ഗൈസ്. എന്നോട് ഓക്കെ, നിങ്ങൾ ഇന്ത്യയാണ് അല്ലേ? ഇനി പറഞ്ഞോളേ. ഹായ്, എൻ്റെ പേര് അനസ്. ഞാനിവിടെ ഫാൻഡക്കോഡിൽ GTM ഇന്ത്യനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. തുടങ്ങിയിട്ട് 1.5 മാസമായി. നിങ്ങളെ നാളല്ലേ? നാളല്ലേ? പിന്നെ അല്ല, എല്ലാവരും ഉണ്ട്. അയ്യോ, നാളെ എന്താ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ഇരിക്കട്ടെ. പിന്നെ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ലക്ഷങ്ങളുടെ ആളില്ലെങ്കിലും 400 ആൾക്കാരുണ്ട്. റിസാൻ RZ4. ഇതാരാ? ഫുട്ബോൾ പ്ലെയർ. ട്രാക്ക് അല്ലെങ്കിൽ ട്രാക്ക്. PC ഒന്നുമില്ല, ലാപ്പ് മോണിറ്റർ. എൻ്റെ റെഡി. സുഹൃത്തുക്കളെ, ഇവിടെ നമുക്കൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. ഇവൻ്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ഫർഷാൻ. നമ്മൾ ഫർഷാനാണ്. ഫർഷാൻ ഈ വ്ളോഗൊന്നും കാണുന്നുണ്ടാവില്ല. ഫർഷാൻ ഒരു പ്ലെയർ. ഫർഷാന് കിട്ടിയ കപ്പ് വന്നിട്ട് വേണ്ട. എന്താ പറയാം? ക്ലിയർ ഉണ്ടോ ഗൈസ്? ക്ലിയർ ഉണ്ട് തോന്നുന്നു. നമ്മൾ നാളെ എവിടേക്ക് പോണത്? വരൂ. പറയും. ഡ്രസ് എടുക്കാൻ പോകണ്ടോ? ഓക്കെ, നാളെ എവിടേക്കാ പോണത്? നാളെ അറിയില്ല. ആർക്കും അറിയില്ല നാളെ എവിടേക്ക് പോകണമെന്ന്. നാളെ എവിടേക്കോ പോകുന്നുണ്ട്. എവിടേക്കാണെന്ന് ആർക്കും അറിയില്ല. ആ മനുഷ്യനെ കാണുന്നുള്ളൂ. ആ മനുഷ്യനെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എവിടെ മനുഷ്യന് അതിന് ഇതിൻ്റെ കൂടെ വരും. അതാ ഈ മനുഷ്യനെ അറിയുള്ളൂ എവിടേക്കാ പോണത് എന്നുള്ളത്. ഫ്ലൈറ്റാണോ ബസ്സാണോ ട്രെയിൻ? പക്ഷെ ഫ്ലൈറ്റിനെ അയക്കാറല്ലേ? ഫ്ലൈറ്റിനെ അയക്കാറോ? അതെ. പക്ഷെ അപ്പോഴും ഞാൻ കാര്യത്തേക്ക് വന്നിട്ടില്ല. ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നീ എന്തിനാണ് ഇവിടെ കയറി ഇരിക്കുന്നത്? ഞാൻ എന്തിനാ ഇവിടെ കയറി ഇരിക്കുന്നത് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ കയറി ഇരിക്കുന്നത് ചോദിച്ചാൽ, ബാക്കത്ത് ഓടി കിട്ടുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു മാക്ബുക്ക് ഉണ്ട്. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എന്താ വെച്ചാൽ, ഒരു MacBook M5 Pro ഉണ്ട്, പിന്നെ iPhone ഉണ്ട്. ഇതെന്താ സുഹൃത്തെ, ഒരു ഫ്ലോ ഇല്ലല്ലോ. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ഇവിടെ കയറിയിരിക്കണം. ഇനിയിപ്പോൾ അതല്ലേ പറയാനുള്ളത്. ഇന്നിപ്പോൾ ഏത് ഡേറ്റ് അറിയോ? ഇന്ന് 4-ാം തീയതി തിങ്കളാഴ്ച. നാളെ ഫാൻഡക്കോഡ് എന്ന് പറഞ്ഞ ടീമുണ്ട്. ഇവരൊരു IT കമ്പനിയാണ്. അപ്പോൾ ഇവർ ആനുവൽ റിട്രീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ ബിസിനസ്സുകാരും ഓഫീസ് ട്രിപ്പ് എടുത്തല്ലോ, ഓഫീസ് ടൂർ, വയനാട്, ഊട്ടി, അതുപോലെ ഒരു ടൂറാണത്. ഒരു ട്രിപ്പാണ് ഇവർ പോണത്. നാളെ പോയിട്ട് 13-ാം തീയതി തരുള്ളൂ. അപ്പോൾ അതിലിവർക്ക് വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇത് ലൈവ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനും ഒരാവശ്യമുണ്ട്. അങ്ങനെ ഷാദ് മുഹമ്മദ് വഴി AK ഹോം വർക്കർ വഴി എനിക്കിങ്ങോട്ട് കണക്ഷൻ കിട്ടി. ആൻഡ് ഇന്നവരെടുത്തു. ഓക്കെ, അതാണ് സംഭവം. ഇവരിപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഇവരിപ്പം വീഡിയോ എടുക്കാൻ പോണേ ഞാൻ. അതാണ് സാധനം. ഇനി ഇത് പെയ്ഡ് ആയിട്ടുള്ള പരിപാടിയല്ല, ലൈക്ക് പെയ്ഡ് ആയിട്ട് വീഡിയോഗ്രാഫർ അങ്ങനെയല്ല, ലൈക്ക് ഫ്രീ സംഭവം. പക്ഷേ ഇവരെ ട്രിപ്പ് ഫുള്ളി അവർ എൻ്റെ ഫുൾ ചിലവ് നോക്കി എന്നെ സ്പോൺസർ ചെയ്ത് കണ്ട് ഇവരെ കൂടെ ട്രിപ്പ് കൊണ്ടുപോകണം. അതാണ് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഒരു ട്രിപ്പായല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എവിടേക്കാ ട്രിപ്പ് എന്ന്? അതിൽ അടുത്ത ചോദ്യം, എവിടേക്കാ ട്രിപ്പ് എന്ന് ആർക്കും അറിയില്ല. അതാണ് ഇതിലെ മെയിൻ തിങ്. ഈ മുഹൈബ് കണ്ടല്ലോ നേരത്തെ കാണിച്ചാൽ, മൂപ്പർക്ക് മാത്രമേ ഉള്ളൂ എവിടേക്കാ ട്രിപ്പ് പോകണം എന്നുള്ളത്. ബാക്കി ആർക്കും അറിയില്ല. 23 ആൾക്കാരുണ്ട് ടീമിൽ. അതാണ് ഇതിൻ്റെ ഒരു ഫൺ പാർട്ട്. കഴിഞ്ഞ പ്രാവശ്യം വരെ പോയത് മലേഷ്യയാണ്.
ഇപ്രാവശ്യം എടുക്കാമെന്നറിയില്ല. ഇൻ്റർനാഷണൽ ആവാനാണ് ചാൻസ്. ആവണം ഇൻഷാ അള്ളാ. ഡോളറൊക്കെ എടുത്ത് കാണിച്ചു തന്നെ നേരത്തെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹിൻ്റ് ഇടും ബ്രോഡ്കാസ്റ്റായിട്ടും ഇവരിങ്ങനെ ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ എടുക്കാമെന്നറിയാം. എല്ലാവരും ഇപ്പോൾ ഗസ് ചെയ്ത് എത്തിക്കണത് വിയറ്റ്നാം, സിംഗപ്പൂർ, ഇത് രണ്ടാണ് മെയിൻ സ്ഥലം. എൻ്റെ മൈൻഡിൽ വരുന്നത് തായ്ലൻഡാണ്. സവാട്ടിക്കാ ഇങ്ങനെ 3 പിന്നെ മുഹൈക്കനോട് ചോദിച്ചു എന്തിനാ ഡോളർ എല്ലായിടത്തും എക്സ്ചേഞ്ച് ആവാൻ അടിപൊളിയാണ്, പെട്ടെന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അമേരിക്ക ആവില്ല. വിയറ്റ്നാം, സിംഗപ്പൂർ, ഇത് രണ്ടെണ്ണം എല്ലാവരും ഗസ്. അപ്പോൾ നിങ്ങളെന്തായാലും ഗസ് ഉണ്ടെങ്കിൽ പറയും. ഞാൻ ഇതെങ്ങനെയൊക്കെ വ്ളോഗ് വരാമെന്നല്ല, ഞാൻ എവിടെയൊക്കെ പോകണമെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും ഗസ്. പക്ഷേ അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടാവും. യൂട്യൂബിലുള്ളവർ മാത്രമാണെങ്കിൽ ഗസ് ചെയ്തോളി. പിന്നെന്താ ഞാൻ ഇന്നത്തെ ഞാനിങ്ങനെ മാക്ക് ഇങ്ങനെ എഡിറ്റിങ്ങൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ഇതുവരെ ഇതിൽ സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ എൻ്റെ ഫയൽസ് ഇതിൽ കുറച്ച് എസെൻഷ്യൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാണ്ട്. അതുപോലെ പോണ മുമ്പ് ഒരു 3-4 വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. ഇവരപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല, വേറെ വർക്ക് ചെയ്യാൻ. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ ഇരുന്ന് മൊത്തം എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കണം. ഇൻഷാ അള്ളാ. അഫ്ലേൻ്റെ ഒരു വീഡിയോ ഉണ്ട്, പിന്നെ പാപ്പാക്കൊരു വീഡിയോ തീർക്കാനുണ്ട്, പിന്നെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു വീഡിയോ തീർക്കാനുണ്ട്. 3 പെട്ടെന്ന് ആവശ്യമുള്ള 3 ഉണ്ട്. ഇന്ന് പോയി 4 പോയി, നാളെ പോയി 13 എത്തും. അങ്ങനെയാണ്. പിന്നെ അവർ ഓഫീസിലാണ്. ഇവിടുന്ന് മിക്കവാറും ഇവരെന്തെങ്കിലും റൂം സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആണ്ട് പോവും. ഞാൻ പറ്റണൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇവരെ വീഡിയോ എടുക്കലായതുകൊണ്ട് എൻ്റെ വ്ളോഗ് കിട്ടുമെന്ന് അറിയില്ല. പറ്റുന്ന പോലെ വ്ളോഗ് എടുക്കാൻ പറ്റുമോ നോക്കാം ഇൻഷാ അള്ളാ. പറ്റുന്ന പോലെ എന്തായാലും ഇടാന്നുള്ള രീതിക്കാണ് ഞാൻ എന്തായാലും ഇത് ഞാൻ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. ഈ സാധനത്തിൽ മറ്റൊരു ഫോണിലും ക്യാമറ ഒക്കെ ഉണ്ട്, അതിൽ ഇവർ വീഡിയോസ് എടുത്തിട്ട് ഓസ്മോയിൽ എൻ്റെ വ്ളോഗ് എങ്ങനെ ഐഡിയ നോക്കാം ഇൻഷാ അള്ളാ. ഇപ്പോൾ ഞാൻ എന്താ കാട്ടുക. ബൈ. ഹായ് ഗായ്സ്, സൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് നമ്മളെ ഇന്നത്തെ സ്റ്റേ ചെയ്യുന്ന റൂം. താങ്ക് യു മൊഹൈബ്ക ഫോർ ദിസ് വണ്ടർഫുൾ റൂം. ടോപ്പാണ്. അപ്പോൾ ഇനി എന്തിപ്പോൾ സമയം എത്രയായെന്ന് അറിയാം? 11:53. നാളെ പോണ മുന്നേ കുറച്ച് പണി തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതുവരെ തീർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ തീർക്കായിരിക്കാം. ഓക്കെ, വേറെ എന്ത് പറയാനുള്ളത്? എക്സൈറ്റഡ് ഫോർ ടുമാറോ. നാളെ എവിടേക്കാ എന്താ ഒരു ഐഡിയ ഇല്ല. മുഹിബ്ക്കൊരു ക്ലൂ, വേറൊരു ഹിൻ്റ് തന്നു. നന്നായിട്ട് ഉറങ്ങിക്കോന്ന് പറഞ്ഞു. നാളെ ഉറക്കൊക്കെ ഒരു കണക്കേക്കരെന്ന് പറഞ്ഞു. ഇനി പോലെ കപ്പലിലാണോ, ബസ്സാണോ, ട്രെയിനാണോ, ഫ്ലൈറ്റ് എന്നാണ് ഒരു മൈൻഡിൽ. ഇൻഷാ അള്ളാ നോക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം എങ്ങനെയാണെന്നുള്ളത്. അമ്മേ, ഫസ്റ്റ് ടൈം ലൈക്ക് ദിസ്. അതായത് എടുക്കാന്ന് അറിയില്ല, ഒരു ഐഡിയയിലും എടുക്ക പോണത്. സാമാന്യങ്ങളൊക്കെ എടുത്ത് ഫുള്ള് പോവാണ്, ഫുൾ തിങ്സ്. പിന്നെ ഇതാ ഒരു മാക്ബുക്ക് കിട്ടിയതല്ല എഡിറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് 2 വർക്ക് തീർക്കാനുണ്ട്. നോക്കട്ടെ നേരത്തെ എടുക്കാൻ പറ്റിയ നോക്കട്ടെ ഇൻഷാ അള്ളാ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ചെറിയ വ്ളോഗ്, പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. ബട്ട് എന്നാലും ഉള്ളതുപോലെ. മക്കളെ എന്തൊരു മഴ എന്നറിയോ, സീന് മഴ. അത് കാണുന്നുണ്ടോ? ഇത് തുറക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, തുറക്കാൻ പറ്റില്ല. മഴ എന്നൊക്കെ പറഞ്ഞാൽ 4-ാം തീയതിത്തെ മഴ ഞങ്ങൾ ആലോചിച്ചാൽ മതി. ആ മഴയായിരുന്നു ഇന്ന്. കാരണം ഇന്ന് 4-ാം തീയതിയാണ്. രാത്രി കാലിക്കറ്റ് ഇവിടെ നല്ല മഴ. ഇനി ബാക്കിയുള്ള ഭാഗത്ത് എന്താ പാടെന്ന് എനിക്കറിയില്ല. നല്ല മഴ ഇടി. വേറെ കോമഡി എന്താ വെച്ചാൽ ബിസിനസ് പാർക്കിലായിരുന്നു മഴ ഒന്ന് ചാറി ഇല്ല, കുറച്ചുള്ളൂ. പിന്നെ അമീനും ഉണ്ടായിരുന്നു. ഇന്നെ ആക്കി തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതും ഹൈലൈറ്റിൻ്റെ പാർക്ക് എന്താ പറയുക, റോഡ് ഇറങ്ങിയതും ഫുൾ മഴ. കുളിച്ച് നനഞ്ഞ് പിണ്ടിയായി. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ബൈക്കാരൻ തെറിപ്പിച്ച് കുളിപ്പിച്ച് പോയി. എന്നിട്ട് എൻ്റെ ഷൂ ഫുൾ വെറ്റായി. ഷൂ നനഞ്ഞു ഉണ്ടായി. ഇനിയിപ്പോൾ നാളെ ഞാൻ എങ്ങനെ ഷൂ ഇടുന്ന ആലോചിക്കുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ ഫാനും ഇല്ല. ഫാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉണക്കാടായിരുന്നു. ഫാനും ഇല്ല. സോ വാട്ട് ടു ഡു? രാവിലെ ആകുമ്പോഴത്തേന് ഉണങ്ങാൻ പറ്റും, ഉണങ്ങുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. കാര്യങ്ങൾ ഇങ്ങനെ പറയില്ലേ എന്തിനു പോകണമെന്നുള്ളത്? പറഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ. ബൈ.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന വ്ളോഗുകളെല്ലാം കാണാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ബൈ.